ഭരണഘടനയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ നിയമങ്ങളെക്കുറിച്ചെല്ലാം വലിയ രീതിയിൽ സംസാരിക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ ഭരണഘടനയില്ല, ഇന്ത്യയിലെ നിയമങ്ങളില്ല, എല്ലാം സ്വന്തം ഇഷ്ടം. ഈ CPM-ന്റെ പാർട്ടി ഓഫീസുകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കയ്യേറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പാർട്ടി CPM ആണ്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ഈ പാർട്ടിയുടെ മുൻ ഓഫീസ് തന്നെ, തലസ്ഥാനത്തെ ഓഫീസ് തന്നെ ഒരു കയ്യേറ്റമായി മാറിയിരിക്കുകയാണ്. അതിലിപ്പോൾ ഏറ്റവും അവസാനം ഗവർണർ ഇടപെടുന്നുണ്ടല്ലോ. പാർട്ടി ആസ്ഥാനം AKG സെൻറ്റർ അത് കയ്യേറി നിർമ്മിച്ചതാണെന്ന് വ്യക്തമാണ്. വളരെ കൃത്യമായിട്ട് ഈ റവന്യൂ രേഖകളൊന്നും ഇല്ലാതെ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് കയ്യേറിയിരിക്കുകയാണ് എന്ന്. കാരണം ഒരു ഒരു സർവകലാശാല പ്രവർത്തിക്കുന്ന ആ ആ ഭൂമി, അത് അതിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു ഭാഗം അടർത്തി മാറ്റിയതുപോലെ. കേരള സർവകലാശാലയാണല്ലോ ആദ്യം ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആ കാലത്ത് തന്നെ ഉണ്ടായതാണ് കേരള സർവകലാശാല. ആ കാലങ്ങളിൽ തന്നെ രാജഭരണം നിലനിൽക്കുന്ന കാലത്ത് അല്ലേ. ഇവിടെ 1930-കളിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിക്കുന്നത്. ശരിക്കും അത് പ്രവർത്തനം ഇന്ത്യയിൽ ആരംഭിച്ച് കുറേ നാൾ കഴിഞ്ഞാണ് കേരളത്തിലേക്ക് പ്രവർത്തിക്കാൻ വരുന്നത്. അന്ന് മലബാറും തിരുവിതാംകൂറും കൊച്ചിയും ഒക്കെ ആയിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അന്ന് തിരുവനന്തപുരത്ത് രാജാവിൻ്റെ നേതൃത്വത്തിൽ, അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് കേരള സർവകലാശാല. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് രാജഭരണത്തിൻ്റെ കീഴിൽ ആരംഭിച്ചത്, ബ്രിട്ടീഷുകാരുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ചതാണ്. അന്ന് അതിൻ്റെ ആദ്യത്തെ ചാൻസലറായിരുന്നത് രാജാവാണ്. പിന്നെ അന്ന് വൈസ് ചാൻസലറായിരുന്നത് മറ്റു പലരും, സർ CP രാമസ്വാമി അയ്യരെ പോലെയുള്ളവർക്കൊക്കെ അതിൽ ഭരണപരമായ പങ്കുണ്ടായിരുന്നു, നേതൃത്വമുണ്ടായിരുന്നു. ആ സർവകലാശാല ആസ്ഥാനത്തിൻ്റെ ഒരു കോണിലാണ് ഈ പറഞ്ഞതുപോലെ AKG സെൻറ്റർ നിൽക്കുന്നത്. ആ സർവകലാശാലയുടെ ഭൂമി, ആ വളപ്പിൽ ഒരു ഭാഗം, ഒരു മൂലയ്ക്കൊരു ഭാഗം അടർത്തി മാറ്റിയിരിക്കുന്നത് വ്യക്തമാണ്. ഇത് AKG സെൻറ്ററിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി അടക്കമുള്ള മിക്ക ഓഫീസുകളും CPM-ൻ്റെതും CPI-യുടേതും ഒക്കെ ഇതുപോലെ കയ്യേറിയതാണ്. ഒന്നുകിൽ പൂർണ്ണമായിട്ടും കയ്യേറിയതായിരിക്കും, അല്ലെങ്കിൽ ഭാഗികമായി കയ്യേറിയതായിരിക്കും. ഇതിനെ സംബന്ധിച്ച് നമുക്ക് വെല്ലുവിളിയൊന്നും നടത്താനില്ല. പക്ഷേ ഇത് വളരെ വ്യക്തമാണ്. AKG സെൻറ്ററിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ ആ പാർട്ടി ഒരു സംസ്ഥാന ആസ്ഥാന, അത് ഏറ്റവും കൂടുതൽ വിവാദമാവുകയും പിന്നീട് കേസെടുക്കുകയും ചെയ്ത് കോടതി ഇടപെടുകയും ചെയ്ത ഇടുക്കിയിലെല്ലാം എത്ര കേസുകളുണ്ട്. അതെ, ഇടുക്കിയിൽ CPI-യുടെ ഓഫീസ്, അച്യുതാനന്ദൻ്റെ ബുൾഡോസർ അതിന് നേരെ ചെന്നപ്പോഴാണല്ലോ CPI ഹാലിളകി രംഗത്ത് വരുന്നത്. എന്നിട്ട് അതവസാനം നിർത്തി വെക്കേണ്ടി വന്നു. ഈ പറഞ്ഞതുപോലെ ആകെ ഈ കയ്യേറ്റത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് VS-ൻ്റെ കാലത്താണ്. അതും പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, 1977-ലാണ് 15 സെൻറ്റ് സ്ഥലം സർക്കാർ ഈ AKG-യുടെ പേരിൽ ഒരു പഠന ഗവേഷണ കേന്ദ്രം വേണം എന്ന് പറഞ്ഞ്, AKG നമുക്കറിയാം MP ഒക്കെ ആയിരുന്ന ആളാണ്, പ്രതിപക്ഷ നേതൃസ്ഥാനം അലങ്കരിച്ചിരുന്ന ആളാണ് അല്ലേ. ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിലും ആ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു സ്ഥാനത്ത് അദ്ദേഹത്തെ കണ്ടിരുന്നു. AKG പ്രസംഗിക്കാൻ എണീക്കുമ്പോൾ നെഹ്റു പോലും ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. അങ്ങനെയുള്ള ആ AKG-യുടെ പേരിൽ ഒരു പഠന ഗവേഷണ കേന്ദ്രം വേണമെന്ന് പറഞ്ഞ് അതിനൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി സഖാക്കന്മാരെല്ലാം കൂടെ 77-ൽ സർക്കാരിനെ വലിയ സമ്മർദ്ദം ചെലുത്തി, എന്നാൽ പിന്നെ ഈ സർവകലാശാലയുടെ ഒരു ചെറിയൊരു കോണിൽ ഒരു 15 സെൻറ്റ് സ്ഥലം ആണ് അവർ ചോദിച്ചത്. 15 സെൻറ്റ് സ്ഥലം അനുവദിച്ചു. ആ 15 സെൻറ്റ് സ്ഥലം ഇന്ന് 55 സെൻറ്റിലധികമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി ഭൂമി എങ്ങനെ ഇവർ തരപ്പെടുത്തി? അത് കയ്യേറിയതാണെന്ന് വ്യക്തമല്ലേ. ഈ 15 സെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏതാണ്ട് ഒരു 40 സെൻറ്റോളം ഭൂമി, 40 സെൻറ്റിലധികം കയ്യേറിയതാണ്. ഇത് ഇപ്പോൾ ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഈ കേരള സർവകലാശാലയിലെ ഈ ഇടത് അഴിമതിയും സ്വജനപക്ഷപാതവും ഈ പിൻവാതിൽ നിയമനവും കെടുകാര്യസ്ഥതയും ഒക്കെ കണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാകുന്ന ഇടത് സിൻഡിക്കേറ്റിൻ്റെ ഗുണ്ടായുസം സഹിക്കവയ്യാതെ ചിലർ ചേർന്ന് രൂപീകരിച്ചതാണ് ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറം. അവർ പരാതിയുമായിട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അങ്ങനെ ഒരു ഇത് കൊടുത്തു. അവർ പരാതിയുമായിട്ട് ഗവർണറെ സമീപിച്ചു.
വിവരാവകാശ പ്രകാരം എടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് വഞ്ചൂർ വില്ലേജിലാണ്. ആ വഞ്ചൂർ വില്ലേജ് ഓഫീസിലെ രേഖകൾ വിവരാവകാശ പ്രകാരം എടുത്തപ്പോൾ ഇത് 15 സെൻറ്റേ AKG സെൻറ്ററിന് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഭൂമി പുറമ്പോക്കായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം തണ്ടപ്പേര് പിടിച്ചിട്ടില്ല. ഈ തണ്ടപ്പേര് മാറ്റി പട്ടയം പിടിക്കണമല്ലോ ഭൂമിയുടെ, അത് ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തത് കൊണ്ട് അതിപ്പോഴും ഒരു പുറമ്പോക്ക് ഭൂമിയായിട്ട് കിടക്കുകയാണ്. ഇത് വഞ്ചൂർ വില്ലേജിലെ രേഖകൾ വ്യക്തമാക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഗവർണറെ കണ്ട് പരാതി കൊടുത്തത്. ഗവർണർ തുടർ നടപടികളിലേക്ക് പോയിരിക്കുകയാണ്. അത് VC-യോട് അതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഡോക്ടർ മോഹൻ കുന്നുമേലാണ് ഇപ്പോൾ അവിടെ VC, താൽക്കാലിക ചുമതല അദ്ദേഹത്തിനാണ്. അദ്ദേഹം ശരിക്കും ആരോഗ്യ സർവകലാശാലയുടെ VC ആണെങ്കിലും കേരള യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക ചുമതല കൂടെ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുക. അവിടെ നടന്ന മറ്റു ഭൂലുകളൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഈ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പനോട് ഈ വിഷയം അന്വേഷിച്ച് പഠിച്ച് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. കാരണം ഈ ഭരണ ചുമതല ശരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ നടപ്പാക്കേണ്ടത് രജിസ്ട്രാർ വഴിയാണ്. VC-ക്ക് ഉത്തരവിടാനും അധ്യക്ഷത വഹിക്കാനും ഒക്കെ VC-ക്ക് പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും രജിസ്ട്രാർ എടുത്ത് പറഞ്ഞു, നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം മിനി കാപ്പൻ അത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് താമസിയാതെ കൈമാറും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആ റിപ്പോർട്ട് കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ AKG സെൻറ്ററിലേക്ക് ഒരു പക്ഷേ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ബുൾഡോസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കയ്യേറിയ ഭൂമി ഒഴിപ്പിച്ചെടുത്തേ മതിയാവുള്ളൂ. ഈ അപകടം മുൻകൂട്ടി കണ്ടിട്ടല്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോൾ തന്നെ കൊടുത്ത നിവേദനമാണ്. അന്ന് തന്നെ ഇതിനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ തുടങ്ങി. അന്ന് ബുദ്ധിപരമായിട്ട് ഇത് വലിയ പ്രശ്നമായി മാറും എന്നറിഞ്ഞിട്ടല്ലേ കുറച്ചപ്പുറത്ത് ഭൂമി വാങ്ങി അവിടെ പുതിയ AKG സെൻറ്റർ പണിഞ്ഞത് പാർട്ടി. എങ്ങാനും ഈ പറഞ്ഞതുപോലെ ഇത് കയ്യേറ്റ ഭൂമിയാണെന്ന് വ്യക്തമായി കഴിഞ്ഞു, കയ്യിൽ നിന്ന് ഭരണം പോയി, പുതിയ സർക്കാർ വന്ന് ഇതിനെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഈ കോടതി നടപടികളൊക്കെ പഴയ പോലെയൊന്നുമല്ല. ഇപ്പം വളരെ പെട്ടെന്ന് നടക്കും കാര്യങ്ങൾ പലതും. ഈ കണ്ണായ പ്രദേശത്ത് സർവകലാശാലയുടെ ഭൂമി ഇങ്ങനെ പിടിച്ചെടുത്തിരിക്കുന്നത്, കയ്യേറിയിരിക്കുന്നത്, എന്നിട്ടത് പുറമ്പോക്കാക്കി സൂക്ഷിക്കുന്നു. മറ്റൊരു കൈവശം സർ CP ആണെങ്കിൽ എഴുതി കൊടുത്തെന്ന് പറയാം അവസാനം. അതൊക്കെ പറയും സർ CP എഴുതി. പക്ഷേ CP എഴുതി കൊടുത്തിട്ടില്ലെന്ന് ചരിത്ര രേഖകൾ തെളിയിക്കുന്നു അല്ലേ. കേരള യൂണിവേഴ്സിറ്റിയുടെ പഴയ കാലത്തെ മിനിറ്റ്സുകളും രേഖകളും ഒക്കെ ഉണ്ട്, ചരിത്ര പുസ്തകങ്ങളുണ്ട്. പ്രൊഫസർ ശ്രീധരമേനോനെ പോലെയുള്ളവർ എഴുതിയ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നു 77-ൽ 15 സെൻറ്റ് സ്ഥലം അനുവദിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്, അതിനനുസരിച്ച് അത് കൊടുക്കുകയും ചെയ്തു എന്ന് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ചരിത്ര കൃതികൾ പോലും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ വലിയൊരു കെട്ടിടം AKG പഠനം ഗവേഷണം എന്നൊക്കെ പറഞ്ഞ് വലിയ കെട്ടിടം സഖാക്കന്മാർക്ക് വേണ്ടി അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിനകത്ത് വലിയ ഹാളുണ്ട്, ഒക്കെ ഉണ്ട്. ആ AKG സെൻറ്ററിന് ഈ 15 സെൻറ്റ് വസ്തു ബാക്കി പുറമ്പോക്കിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ കെട്ടിടത്തിന് നിർമ്മാണാനുമതി കൊടുത്തു. നിർമ്മാണം പൂർത്തിയായപ്പോൾ TC കൊടുത്തു, കെട്ടിട നമ്പർ കൊടുത്തു, ഇതെല്ലാം ചെയ്തു. ആരാ? 4 പതിറ്റാണ്ടായിട്ട് 40 വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന ഈ ഇടതുപക്ഷം. ഗുരുതരമായ ക്രിമിനൽ കുറ്റമല്ലേ? കയ്യേറിയ ഭൂമിയിൽ ഒരു കെട്ടിടം നിർമ്മിക്കുക, എന്നിട്ട് ആ കെട്ടിടത്തിന് ചട്ടപ്പടി കോർപ്പറേഷനിൽ നിന്ന് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് കെട്ടിട നമ്പരും മറ്റും വാങ്ങുക, അതിന് നികുതി അടയ്ക്കുക. കെട്ടിട നികുതി അടയ്ക്കുക. ഇത്രയും വർഷമായിട്ട് കൃത്യമായിട്ട് കെട്ടിട നികുതി അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. ഞങ്ങൾ എന്ത് തോന്നിയോ അസുഖം ചെയ്യും, നിങ്ങളതങ്ങ് സഹിച്ചോളാം. ഇതാണ് ഈ നാട്ടിലെ വ്യവസ്ഥ. ഇത് ഗവർണർ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആർലേക്കർ വളരെ കൃത്യമായിട്ട് നടപടിയെടുക്കും. അദ്ദേഹം നിലപാടുള്ള ആളാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്ത് തന്നെ ഇക്കാര്യങ്ങളൊക്കെ പ്രശ്നമായതാണ്. ഇത് തീർച്ചയായിട്ടും CPM-ൻ്റെ ഈ പറഞ്ഞ പോലെ ഈ മുൻ ആസ്ഥാനം ഇപ്പോൾ അത് സമ്പൂർണ്ണമായിട്ടും പഠന ഗവേഷണ കേന്ദ്രമാക്കി മാറ്റി. അത് തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള CPM-ൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ എതിർപ്പ് കൂടും. അതിന് പകരം അത് AKG-യുടെ പേരിലുള്ള ഒരു പഠന ഗവേഷണ കേന്ദ്രമാണ്. ഞങ്ങൾ വേറെ വസ്തു വാങ്ങിച്ച് ആസ്ഥാനമൊക്കെ നിർമ്മിച്ചു. അപ്പോൾ ആ തരത്തിൽ ഇതിനെ നിയമപരമായി തടസ്സങ്ങളുണ്ടാക്കി ഈ കേസിനെ ദുർബലപ്പെടുത്താൻ ഉള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ്.
പക്ഷേ അതൊന്നും ഇവിടെ വിലപ്പോവില്ല. വളരെ കൃത്യമായിട്ട് കേസിൻ്റെ വഴിക്ക് മുന്നോട്ട് പോവുകയും ഗവർണർ ഉറച്ച നിലപാടെടുക്കുകയും ചെയ്താൽ ആ മൂന്നാറിൽ വന്ന JCBയും ബുൾഡോസറും ഒക്കെ ഉണ്ടല്ലോ, അത് AKG സെൻറ്ററിലേക്കും വരും എന്ന കാര്യത്തിൽ തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.